മഹാരാഷ്ട്രയിലെ സോയാബീനും കോട്ടനും കൃഷി ചെയ്യുന്ന കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ ഒരൊറ്റ കാരണത്താൽ തന്നെ BJPക്ക് 40-50 സീറ്റുകളിൽ തിരിച്ചടിയുണ്ടാവുമെന്നാണ് കരുതുന്നത്. രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ സോയാബീൻ കർഷകരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തേണ്ടതായിരുന്നു. എന്നാൽ ഹെലികോപ്റ്റർ തകരാറ് മൂലം അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരാനായില്ല. അതിനാൽ വീഡിയോ കോളിലൂടെ ഈ കർഷകരോട് രാഹുൽ ഗാന്ധി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവ പരിഹരിക്കുന്നതിനുള്ള ഇന്ത്യ മുന്നണിയുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുകയുമാണ്. ഹിന്ദിയിലുള്ള ഈ വീഡിയോ മലയാളം പരിഭാഷയോടുകൂടി കണ്ടുകൊള്ളൂ. മോദി സർക്കാർ 15-20 ബില്യണേഴ്സിന്റെ 16 ലക്ഷം കോടി രൂപയുടെ ലോണാണ് എഴുതി തള്ളിയത്. എന്റെ ലോൺ എഴുതി തള്ളിയിട്ടില്ല സാർ. അദ്ദേഹം സോയാബീൻ വിള കത്തിച്ചു കളഞ്ഞു. സോയാബീനും കോട്ടനും മിനിമം താങ്ങുവില ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങൾ കുട്ടികൾക്ക് കഴിക്കാൻ എന്തു കൊടുക്കും, കുടിക്കാൻ എന്തു കൊടുക്കും, അവരുടെ ഭാവി എന്താവും? ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഈ സർക്കാർ ഒരു സഹായവും ചെയ്യാൻ തയ്യാറല്ല. മഹാരാഷ്ട്രയിലും കാർഷിക കടം എഴുതി തള്ളേണ്ടത് ആവശ്യമാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? കുഴപ്പമില്ല. ഞാൻ അവിടെ എത്തേണ്ടതായിരുന്നു. എന്നാൽ ഹെലികോപ്റ്ററിന് ടെക്നിക്കൽ പ്രോബ്ലം വന്നതിനാൽ ഡൽഹിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ആദ്യമായി അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് കുഴപ്പമില്ല, നേരിട്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ സാരമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വിശദീകരിച്ചു തരൂ. ഞാൻ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനാണ്. 1 ഏക്കറിൽ നിന്ന് 6 കിൻഡൽ വിളവാണ് ലഭിക്കുക. അതിന് കിൻഡലിന് 3000 രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ കൃഷി ചെലവ് 24,000 രൂപയോളം വരും. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം 18,000 രൂപ മാത്രം. ഞങ്ങൾ കുട്ടികൾക്ക് കഴിക്കാൻ എന്തു കൊടുക്കും, കുടിക്കാൻ എന്തു കൊടുക്കും, അവരുടെ ഭാവി എന്താവും? ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. സർക്കാർ താങ്ങുവിലയായി 4,800 രൂപ പ്രഖ്യാപിച്ചതാണ്. പക്ഷെ ആ വിലയ്ക്ക് വാങ്ങാൻ ആരും തയ്യാറാകുന്നില്ല. അതായത് പേപ്പറിൽ 4,800 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചു, പക്ഷെ നിങ്ങൾക്ക് അത് നൽകുന്നില്ല അല്ലേ? അതെ, സർക്കാർ അതിന് ഒരു നടപടിയും എടുക്കുന്നില്ല. അതായത് നിങ്ങൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് താങ്ങുവിലയെങ്കിലും സോയാബീനിന് ലഭിക്കണമെന്നാണ്. നമസ്കാരം സർ. കർഷക ആത്മഹത്യ മൂലം വലിയ പ്രതിസന്ധിയിലായ ആളാണ് ഞാനൊരു ഭാര്യയാണ്. എനിക്ക് കൊച്ചു കുട്ടികളുണ്ട്, ഒരു അമ്മയാണ്. ഇവരുടെ ഭർത്താവ് കടം കയറി ആത്മഹത്യ ചെയ്ത കർഷകനാണ്. ഇവർക്ക് 3 കുട്ടികളുണ്ട്. ആകെയുള്ളത് 1 ഹെക്ടർ കൃഷിഭൂമിയാണ്. അതിൽ കൃഷി ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്നതിനും കുട്ടികളുടെ പഠന ചെലവ് വഹിക്കുന്നതിനും കഴിയുന്നില്ല. വിളകൾക്ക് വില ലഭിക്കുന്നില്ല. വലിയ കൂലിച്ചെലവാണ്. ഭർത്താവില്ല, അമ്മയാണ്. സിംഗിൾ മദറിന് കൃഷി ചെയ്ത് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരുടെ ഭർത്താവ് കടം കയറിയാണോ ആത്മഹത്യ ചെയ്തത്? അതെ. എത്ര കടമുണ്ടായിരുന്നു? 3.5 ലക്ഷം. സഹകരണ സംഘത്തിൽ നിന്നായിരുന്നോ ബാങ്കിൽ നിന്നായിരുന്നോ? സഹകരണ സംഘത്തിൽ നിന്ന്. ആ കടം ഇപ്പോഴുമുണ്ട്. ഉണ്ട്. 3.5 ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ 7-8 ലക്ഷം ആയി. കടം തിരിച്ചടയ്ക്കുന്നതും കുട്ടികളുടെ ചെലവുകൾ നടത്തുന്നതും താങ്ങാനാവുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ സർക്കാർ വന്നാൽ കൃഷിക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കാർഷിക കടം എഴുതി തള്ളണം. മോദി സർക്കാർ 15-20 ബില്യണേഴ്സിന്റെ 16 ലക്ഷം കോടി രൂപയുടെ ലോണാണ് എഴുതി തള്ളിയത്. എന്റെ ലോൺ എഴുതി തള്ളിയില്ല സാർ. അതെ, നിങ്ങളുടെ 1 രൂപ പോലും എഴുതി തള്ളിയില്ല. എന്നാൽ അവരുടെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് എഴുതി തള്ളിയത്. സഹസ്ര കോടീശ്വരന്മാരുടെ കടം എഴുതി തള്ളാൻ പറ്റുമെങ്കിൽ കൃഷിക്കാരുടെയും കടം എഴുതി തള്ളേണ്ടതാണ്. അതുപോലെ സോയാബീനും കോട്ടനുമൊക്കെ മിനിമം സപ്പോർട്ട് പ്രൈസ് എങ്കിലും ലഭിക്കണം. അദ്ദേഹം 2 ഏക്കറിൽ നിന്നുള്ള സോയാബീൻ വിലയില്ലാത്തത് മൂലം സ്വയം കത്തിച്ചു കളഞ്ഞു. ആത്മഹത്യ ചെയ്യാൻ കയറ് വരെ വാങ്ങിയതാണ്. പിന്നെ എന്തോ മനംമാറ്റം വന്ന് ആത്മഹത്യ ചെയ്തില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ട്. കൃഷിക്കാർ സ്വന്തം വിള പോലും കത്തിച്ചു കളയുകയാണ് എന്ന് പറഞ്ഞാൽ അവർ എത്ര വിഷമത്തിലാണ് എന്ന് ഓർക്കണം. അവരുടെ വിളകൾക്ക് വിലയില്ലാത്തതിനാൽ വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾക്ക് മനസ്സിലായി മഹാരാഷ്ട്രയിലും കൃഷിക്കാരുടെ കടങ്ങൾ എഴുതി തള്ളണമെന്ന്. അത് ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ സർക്കാർ വരികയാണെങ്കിൽ 3 ലക്ഷം വരെയുള്ള നിങ്ങളുടെ കടം മാപ്പാക്കും. നിങ്ങൾക്ക് ശരിയായ താങ്ങുവില ലഭിക്കുന്നതിനുള്ള എല്ലാ നടപടിയും എടുക്കും. ഇത് ഞങ്ങളുടെ പ്രകടന പത്രികയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാത്തത് വലിയ അന്യായമാണ്. മോദി ഹർ ഹർ തിരങ്ക എന്ന് പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്ത ദേശീയ പതാക വരെ ചൈനയിൽ ഉണ്ടാക്കിയതാണ്. കോട്ടന് 6000 രൂപയിൽ കൂടുതൽ വിലയില്ല. ഇവിടുത്തെ കർഷകരുടെ കോട്ടൺ കൊണ്ട് ആ ദേശീയ പതാകയെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ കോട്ടന്റെ വില 14,000-15,000 ആയനെ. ശരിയാണ്, അവർ പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന്. അതിനാൽ ഞങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിലാണ്. അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തീരുമാനമെടുത്തു. ഞങ്ങളുടെ സർക്കാർ മഹാരാഷ്ട്രയിൽ വരികയാണെങ്കിൽ ഓരോ മാസവും 3000 രൂപ
ഓരോ പാവപ്പെട്ട സ്ത്രീകളുടെയും ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. വളരെ നല്ല തീരുമാനമാണ്. അതിന് വളരെ നന്ദി. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ തയ്യാറാണ്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി. ഞാൻ താങ്കളുടെ കഴുത്തിൽ അണിയിക്കാൻ കോട്ടൺ കൊണ്ട് ഹാരമുണ്ടാക്കി. വളരെ നന്ദി.